തറവാട്ടിലേക്ക് എത്തി. ഇവിടെയാണ് എൻ്റെ മാമൻ കളിച്ച് വളർന്നതൊക്കെ. അപ്പം മാമൻ സച്ചിയോട് കഥ പറയുന്നുണ്ട്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ക്രിക്കറ്റ് കളിച്ചത്, ഫുട്ബോൾ കളിച്ചതെല്ലാം കണ്ടവിട. തോടുണ്ടോ? തോട്ടിൽ വെള്ളം നിറഞ്ഞാൽ തോടും കണ്ടാലും ഒരുപോലെ ആവും. അവിടെ നിന്ന് തുള്ളിയിട്ട് ഇങ്ങോട്ട് വരും നീന്തിയിട്ട്. പഴയകാല ഓർമ്മകൾ ഗൈസ്. പപ്പ കല്ലെടുത്തിട്ട് അറിയും ഓട് ഓട് കളി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്മമ്മ വഴക്ക് പറയും. വെളിച്ചം വടിയെടുത്ത് അടിക്കും. വിളക്കത്തിക്കാൻ വൈകുന്നേരത്ത് സന്ധ്യക്ക് വിളക്കത്തിക്കണം, ദീപം വെക്കണം. ശംഖു ഇവിടെ കളിക്കുമ്പോൾ വേഗം വരും. ഗ്രൗണ്ട് ഉണ്ട് അവിടെ. നമ്മ അമ്പലം ഉണ്ടായിട്ട് ഇപ്പൊ അമ്പലത്തിൽ പോയില്ലേ. ചളിയോടെ വരും. തോട് കുളിച്ചിട്ടെല്ലാം വരും. കിണറിന് അപ്പോഴേക്കും ഇങ്ങനല്ല. ഇപ്പോൾ കിണർ ഇങ്ങനെ. മുമ്പ് കിണർ ഇങ്ങനൊന്നുമല്ല. അപ്പെല്ലാം ചെമ്പകത്തിന്റെ 2 തണ്ട്, ചെമ്പകത്തിൽ നിന്ന് കപ്പി കെട്ടിയിട്ട് അങ്ങനെ ചളിയൊക്കെ ഉണ്ടാവും കിണർ കെട്ടിയിട്ട. ഇപ്പം എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ ആളില്ല. ആളുണ്ടാകുമ്പോൾ ഒരു സൗകര്യവും ഇല്ലാതെ, ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ ആ ഒരു കാലം. അപ്പൊ നമ്മ കടലിന്റെ തീരത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന തൃക്കണ്ണാട് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് ഗൈസ് ബസ്. ഇതാണ് അമ്പലം. ഇതിനോടടുത്ത് തന്നെ ഇവിടെ കടലുണ്ട്. നല്ല കടൽ തീരം, നല്ല വ്യൂ ആണ് ഗൈസ്. ഇപ്പൊ ഈ രാവിലെ തന്നെ ഏതാ വ്യൂ, കിടിലം വ്യൂ. കച്ച് ചെരുപ്പിടാതെ വരുന്നു ഗൈസ്. ഷൂ ഇട്ടത് കൊണ്ടാണ് ഗൈസ്. വണ്ടിയിൽ തന്നെ വെച്ചു. പൊന്നു കൊടുത്ത് വെള്ളം. ഇവിടുന്ന് കിട്ടിയൊരു ബോൾ എടുത്ത് കളിക്കുന്നു ഗൈസ്. പിന്നെ എത്ര വാങ്ങാമേ കിട്ടീനാ? വീണതാ? ഇല്ല. നമുക്ക് ഇന്ന് നേരെ വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തിട്ട് കുറച്ച് വെടിയും കൂടി പൊട്ടിക്കാനുണ്ട്. അത് പൊട്ടിച്ചിട്ട് നമ്മുടെ വിഷു കഴിഞ്ഞു. അത് പൊട്ടിച്ചാൽ നമ്മുടെ വിഷു കഴിഞ്ഞു ഗൈസ്. ഒന്ന് പൊട്ടും ബോംബ്. ഞാൻ തീപ്പെട്ടി എടുക്കാൻ വരുന്നത്. ഗൈസ് ബോംബ് പൊടിക്കുന്നു ഗൈസ്. ഫുൾ ഇവിടെ വീഡിയോഗ്രാഫ്. കുരുവി അത് വളക്കത്തിലോ? വളക്കും. ഞാൻ വീഡിയോയിൽ കാണിക്കത് അത് പൊട്ടി കേട്ടോ.
നീ കുറേ സമയം പൊട്ടിക്കുന്ന നീ അങ്ങനെ പൊട്ടിക്കല്ല പേപ്പറോട് പേപ്പറിലൊക്കെ തീപ്പൊടിയല്ലടാ ഞാൻ നീ അടുത്ത് വരുമ്പോ തീപ്പൊടി കൊണ്ടിരുന്നു 4 ഒന്നിച്ചാണ് ഗൈസ്. അയ്യോ ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കണിയൊക്കെ കണ്ടിട്ട് വന്നു. അതിനുശേഷം ബാക്കി പടക്കമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ സദ്യയും കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ഹാപ്പി വിഷു.